ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ജാനകിയും ആരതിയും അച്ഛനും ഒക്കെ ഇരുന്നിട്ടാണുള്ളത്. അപ്പോൾ ആരതി പറയാണ്, അമ്മേ സൂപ്പറായിട്ടുണ്ട്. അപ്പോഴാണ് അമ്മയ്ക്കൊരു കോൾ വന്നത്. അപ്പോൾ കോൾ എടുത്ത് നോക്കുമ്പോൾ, ഹലോ, മനസ്സിലായി, പറഞ്ഞോളൂ മാഡം. കല്യാണം ഉറപ്പിക്കാൻ അവർ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു. നിങ്ങളിതുവരെ മറുപടിയൊന്നും തന്നിട്ടില്ല. അവരോട് ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയേണ്ടത്? ജാനകി എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അയാൾ ചോദിക്കുന്നത് വീണ്ടും, മേഡം, നിങ്ങളുടെ മകനും മകൾക്കും ഈ വിവാഹത്തിന് താല്പര്യമാണല്ലോ അല്ലേ? മോൾക്ക് ഇഷ്ടം തന്നെയാ. മോനാണ് ഇതുവരെ അഭിപ്രായമൊന്നും പറയാതിരിക്കുന്നത്. അത് കേട്ട് അച്ഛനും ചിരിക്കുകയാണ്. ഒന്ന് ചോദിച്ചിട്ട് പറയൂ മേഡം. പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് വീട്ടുകാർ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാ. ജാനകി എന്ത് പറയണം എന്നറിയാതെ, ശരി, എന്നാൽ ഞാൻ മോനോട് ചോദിച്ചിട്ട് ഉടൻ വിളിച്ചു പറയാം. ശരി മാഡം, മോനോട് ചോദിച്ചിട്ട് ഉടൻ തന്നെ പറയണേ. പിന്നെ ഇങ്ങനെയൊരു ബന്ധം നമ്മൾ എത്ര അന്വേഷിച്ചാലും കിട്ടില്ല. മോനോട് പറഞ്ഞിട്ട് ഒരു നല്ല മറുപടി തന്നെ പറയണം. അങ്ങനെയാവട്ടെ. വെക്കുന്നു. ശരി മാഡം. ഫോൺ വെച്ചതിന് ശേഷം ജാനകി ചോദിക്കുകയാണ് ആരതിയോട്, ആരതി, സിദ്ധാർത്ഥ് എവിടെ? റൂമിലുണ്ടമ്മേ. നീ പോയി വിളിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയാണ്, അല്ല ജാനകി, സിദ്ധാർത്ഥ് ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. ഇനി അവൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? അത് അങ്ങനെയൊന്നും അവൻ്റെ മനസ്സിൽ ഇല്ല. അവനീ പെൺകുട്ടിയെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ദേ അവൻ വന്നല്ലോ, വാ മോനെ. അപ്പോൾ സിദ്ധു അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മേ? അമ്മ വിളിച്ചിരുന്നോ? അപ്പോൾ അമ്മ മറുപടിയായിട്ട് പറയാണ്, ദല്ലാൾ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ചെറുക്കൻ വീട്ടുകാർ എപ്പോൾ നിശ്ചയം നടത്താം എന്ന് ചോദിക്കുന്നു എന്ന്. അടുത്ത ആഴ്ചത്തെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വരാൻ പറയട്ടെ. സിദ്ധു ആരതിയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ എന്താ ആലോചിക്കുന്നേ? എന്തായാലും നീ ഓപ്പണായിട്ട് പറ. അപ്പോൾ ജാനകി പറയാണ്, അല്ല ഏട്ടാ, ഇതിലിത്ര ഓപ്പണായിട്ട് പറയാൻ എന്താ ഉള്ളത്? ഇവനാ പെൺകുട്ടി ഓക്ക തന്നെയാ. അപ്പോൾ ആരതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണോ ഏട്ടാ? ഏട്ടൻ എന്നിട്ട് പറഞ്ഞതേ ഇല്ലല്ലോ. അപ്പോൾ അച്ഛൻ ധൃതി പിടിക്കാതെ, ആരതി, എന്തായാലും അവൻ്റെ ഭാഗം തന്നെ പറയട്ടെ. ചേട്ടൻ തന്നെ പറയ്. നിനക്ക് ആ പെണ്ണ് ഓക്കെ ആണോ? നീ ഓക്കെ പറഞ്ഞാലേ അവർ എൻ്റെ വിവാഹത്തിനും സമ്മതിക്കൂ എന്നാ പറഞ്ഞത്. ദേ നോക്ക്, നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ അയാളെ വിവാഹം കഴിച്ചോളൂ. നിനക്ക് വേണ്ടി ആ പയ്യനോട് ഞാൻ സംസാരിക്കാം. പക്ഷേ എനിക്കിപ്പോൾ തൽക്കാലം വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശമില്ല. അച്ഛനപ്പോൾ, എടാ ജാനകി, സിദ്ധു, നീ ആ പയ്യൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചാലേ ആരതിയെ അവൻ കെട്ടുകയുള്ളൂ. പിന്നെ സിദ്ധു പറയാണ്, ആരതി, സോറി, എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അയാളെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ അയാളെ കൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിപ്പിക്കാം. ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല. എടാ എന്താടാ നീ പറയുന്നത്? അമ്മേ, അടുത്ത ആഴ്ച ആരതിയെ കാണാൻ ആ പയ്യനോട് വരാൻ പറയൂ. അയാളോട് ഞാൻ നേരിട്ട് സംസാരിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാം. അച്ഛാ, എനിക്ക് സത്യമായി വിവാഹം വേണ്ട. ദയവ് ചെയ്ത് എന്നെ ഫോഴ്സ് ചെയ്യരുത്. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. വീണ്ടും അച്ഛൻ വിളിക്കുകയാണ്, എടാ, നിൻ്റെയും ആരതിയുടെയും വിവാഹം സമയത്ത് നടന്നാലല്ലേ നമ്മുടെ കടമ അവസാനിക്കൂ. അച്ഛാ, എനിക്കതൊക്കെ മനസ്സിലാകും, പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് ചിന്തിക്കാനുള്ള സമയം വേണം. എനിക്ക് നന്നായിട്ടൊന്ന് ചിന്തിക്കണ്ടേ? പ്ലീസ് അച്ഛാ, പ്ലീസ്. എന്താ ജാനകി സിദ്ധു ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? ദേ നോക്ക്, അവരെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. ശരി. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഇതാ ഫ്രിഡ്ജ് തുറന്ന് ഐസിൻ്റെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അയ്യോ, ഇത് ചന്ദ്രികയുടെ ലഞ്ച് ബോക്സ് ആണല്ലോ. മറന്ന് ഇവിടെ വെച്ച് അങ്ങനെ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോയല്ലോ. തൈര് സാദവും മാങ്ങാച്ചാറും മാത്രമല്ലേ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് അടച്ചു വെക്കാണ്. പാവം, ദിവസം ഇതാണോ കഴിക്കുന്നത്? ഇന്ന് ഒരു ദിവസമെങ്കിലും വായ്ക്ക് രുചിയായിട്ട് നന്നായിട്ട് കഴിക്കട്ടെ. എന്ത് ഉണ്ടാക്കിക്കൊണ്ടുപോകും? അവൾക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതന്നെ ചെയ്യാം, അതന്നെ ചെയ്ത് കൊണ്ടുപോകാം. പിന്നീട് ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് മട്ടൻ ബിരിയാണി തയ്യാറാക്കേണ്ട ജോലിയിൽ ഏർപ്പെട്ടു. പിന്നെ ഇതാ എത്രയും പെട്ടെന്ന് തന്നെ മട്ടൻ ബിരിയാണി റെഡിയായിരിക്കുകയാണ്.
എത്രയും പെട്ടെന്ന് തന്നെ മട്ടൻ ബിരിയാണി ലഞ്ച് ബോക്സിലാക്കി റെഡിയാക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. ചന്ദ്രികയുടെ ക്ലാസ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടത്. എന്നിട്ട് ചോദിക്കുകയാണ്, മോനെ ഇവിടെ BCom ഫസ്റ്റ് ഇയർ ക്ലാസ് എവിടെയാ? സ്ട്രൈറ്റ് പോയിട്ട് ഫസ്റ്റ് ഫ്ലോർ കയറിയാൽ മതി. താങ്ക്സ് മോനെ. അവിടെ ചന്ദ്രികയുടെ ക്ലാസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക മാത്രം അവിടെ ഇരുന്നു കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റുഡൻറ്റൊക്കെ അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒരല്പനേരം ചന്ദ്രിക തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അടുത്ത് പോയിട്ട് വിളിക്കുകയാണ്, ചന്ദ്രികയെ. അമ്മയോ? അമ്മ എന്താ അമ്മ ഇവിടെ? ഒന്നുമില്ല ചന്ദ്രികയെ, നീ ലഞ്ച് ബോക്സ് മറന്നു വെച്ചിട്ടല്ലേ വന്നത്? അതാ തന്നിട്ട് പോകാമെന്ന് വെച്ചത്. അയ്യോ, അതിന് അമ്മ എന്തിനാ അമ്മ ഇത്രയും ദൂരം വന്നേ? വിശപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിച്ചേനല്ലോ. ക്യാൻറ്റീനിൽ നിന്നൊന്നും കഴിച്ചാൽ ശരിയാവില്ല. ഇതാ കഴിക്ക്. ചന്ദ്രിക അമ്മയെ തന്നെ നോക്കുകയാണ്. അമ്മയാണെങ്കിൽ ചന്ദ്രികയെ കണ്ട് മനസ്സിൽ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മയെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാവുന്നു അമ്മേ. അമ്മ എന്തിനാ അമ്മേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നേ? അപ്പോൾ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതായത് നീ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നീ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് നിനക്ക് ലഞ്ച് ബോക്സ് ഒരുക്കി തരാൻ കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും നിനക്ക് ഭക്ഷണം അതേപോലെ തരാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അമ്മേ. അമ്മ വീട്ടിൽ പോയിക്കോ, ഞാൻ കഴിച്ചോളാം. ഇല്ല, നീ കഴിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് പോവുള്ളൂ. എന്താ അമ്മേ, ഞാൻ കഴിക്കുന്നത് വരെ അമ്മ ഇവിടെ നിൽക്കുന്നോന്നോ? അതെ, നീ കഴിക്കുന്നത് കണ്ടിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. പറഞ്ഞാൽ അമ്മ കേൾക്കുകയില്ല. ശരി, എന്നാൽ ഞാൻ കഴിക്കാൻ പോവാ. വന്നേ, ക്യാൻറ്റീനിൽ പോയി കഴിക്കാം. വാ അമ്മേ, വന്നേ. രണ്ടുപേരും ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ കണ്ട് ചന്ദ്രിക ഞെട്ടുകയാണ്. ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ചന്ദ്രികയ്ക്ക് മനസ്സിലായി ഇത് വെറൈറ്റി ഫുഡാണെന്ന്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മേ ഇത്? അത് ബിരിയാണി. അവൾ ഞെട്ടുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. നീ കഴിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ടോ എന്ന് പറയും. ചന്ദ്രിക ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു കുറച്ച് സമയം ചന്ദ്രിക ലക്ഷ്മിയെ തന്നെ നോക്കി നിന്നു. അതിനുശേഷം ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ ഇതെന്തെങ്കിലും നോക്കി നിൽക്കുന്നേ, കഴിക്ക്. എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമത്തോടെ ഓർക്കും. പക്ഷേ അവർ മരിച്ചു പോയിട്ടില്ല അമ്മേ. അമ്മയുടെ രൂപത്തിലും സാറിൻ്റെ രൂപത്തിലും അവർ എൻ്റെ കൂടെ തന്നെയുണ്ട്. ലക്ഷ്മിയും ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയെ നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഞങ്ങൾ തന്നെയാണ്. അത് പക്ഷേ നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചന്ദ്രികയെ എന്താ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. ചന്ദ്രിക ചോറ് വാരി വായിട്ടതിന് ശേഷം ലക്ഷ്മിയെ തന്നെ നോക്കാണ്. എന്താ ചന്ദ്രികയെ, ബിരിയാണി കൊള്ളില്ലേ? അയ്യോ അമ്മേ, നന്നായിട്ടുണ്ട്. ഇത്രയും രുചിയുള്ളൊരു ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല അമ്മേ. സൂപ്പറായിട്ടുണ്ട് അമ്മേ. ചന്ദ്രിക കഴിക്കുന്നത് തന്നെ ലക്ഷ്മി നോക്കി നിൽക്കുകയാണ്. അതായത് ഒരു കൊച്ചു കുഞ്ഞ് കഴിക്കുന്ന ലാഘവത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. ബിരിയാണി വാരി വാരി കഴിക്കുകയാണ് ചന്ദ്രിക. അപ്പോൾ എക്കിൾ വന്നു. ആ സമയത്ത് അമ്മ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തലക്കടിക്കുകയോ വെള്ളം എടുത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ബിരിയാണി നല്ല രുചിയുണ്ട് അമ്മേ, അതുകൊണ്ടാണ് ഞാൻ വാരി വാരി കഴിച്ചത്. ചന്ദ്രികയെ മോളെ മെല്ലെ കഴിക്ക്, പതിയെ കഴിക്ക്. ശരി അമ്മേ. പിന്നെ നോക്കി നിന്നുകൊണ്ട് ലക്ഷ്മി പറയാണ്, ചന്ദ്രികയെ നിൻ്റെ കൈ കൊണ്ട് ഒരു ഉരുള എനിക്ക് വാരിത്തരുമോ? ചന്ദ്രിക അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, നീ കഴിക്കുന്നത് കണ്ട് എനിക്കും കഴിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാ. വേറൊന്നുമല്ല. അതിനെന്താ അമ്മേ, ഞാൻ തരാലോ. കഴിക്കമ്മേ എന്ന് പറഞ്ഞ് ഒരു ഉരുളെടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അവൾ വീണ്ടും അമ്മയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഇതാ അമ്മേ, ഇതുകൂടെ കഴിക്ക്. ചന്ദ്രികയും അമ്മയും മാറി മാറി സ്നേഹത്തോടെ നോക്കുകയാണ്. വിഷമത്തോടെ സ്നേഹത്തോടെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വീണ്ടും ഒരു ഉരുള കൂടി എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ വേണ്ട മോളെ, നീ കഴിക്കുക എന്ന് പറയുന്നുണ്ട്. എങ്കിലും ചന്ദ്രിക വീണ്ടും അമ്മയ്ക്ക് വാരി കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ച് ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ചതിന് ശേഷം അമ്മ പറയാണ്, ഇങ്ങ് തന്നെ മോളെ, ഇതിൻ്റെ അകത്ത് വെച്ച്. അപ്പോൾ ചന്ദ്രിക ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. അമ്മ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് ഇതുവരെയും ഇത്രയും ദൂരം കൊണ്ടുവന്നില്ലേ. ഇതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് എന്താ പകരം തരേണ്ടത് എന്ന് അറിയില്ല എനിക്ക്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ദൈവം ഇപ്പോൾ എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ചേർത്തത്. അതെ ചന്ദ്രികയെ, നീയും പുണ്യം ചെയ്തിട്ടുണ്ട്. നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളും പുണ്യം ചെയ്തിട്ടുണ്ട്. ശരി, ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഫോൺ ചെയ്. ഞാൻ ഡ്രൈവറിനെ പറഞ്ഞു വിടാം. നീ കാറിൽ വന്നോ.
അതൊന്നും വേണ്ട അമ്മേ, ഞാൻ സൈക്കിളിൽ തന്നെ വരാം. ശരി, നിന്റെ ഇഷ്ടം. ഞാൻ ഇറങ്ങുന്നേ. ആ. ശരി ചന്ദ്രികയെ, ഇറങ്ങുവാ. ലക്ഷ്മി ഇറങ്ങി നടക്കുന്ന സമയത്ത് വീണ്ടും ചന്ദ്രികയെ തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്തൊരു പാട്ടൊക്കെ ഉണ്ട്. നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിന്നെ സ്കൂളിൽ വിടാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല ചന്ദ്രികയെ. പക്ഷേ നിന്നെ കോളേജിൽ വിട്ടിട്ട് പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. പിന്നെ ലക്ഷ്മി ഓരോന്നും ചിന്തിച്ചുകൊണ്ട് കൈ ഉയർത്തി ടാറ്റ ചെയ്യാണ് ചന്ദ്രികയ്ക്ക്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന പുതിയ വിശേഷം കൂടി കുറച്ച് പറയാം. അനു സിദ്ധുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സിദ്ധു, ഞാനല്ലേ നിന്നെ പ്രപ്പോസ് ചെയ്തത്. അപ്പം നിനക്ക് മറുപടി എൻ്റെ അടുത്ത് തന്നെ പറയായിരുന്നില്ലേ? നീ എന്തിനാ ചന്ദ്രികയോട് പറഞ്ഞത്? ചന്ദ്രിക നിൻ്റെ ഫ്രണ്ടല്ലേ, അവളാകുമ്പോൾ നിന്നോട് കുറച്ച് കാര്യമായിട്ട് തന്നെ പറഞ്ഞു തരും. അങ്ങനെയെങ്കിൽ നീ അത് മനസ്സിലാക്കുമല്ലോ. അതിന് കാരണം എന്താണെന്ന് പറയാമോ? നോക്ക്, ഞാൻ വേറൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. സിദ്ധു സ്നേഹിക്കുന്ന കുട്ടി ആരാണെന്ന് പറയാമോ? ഞാൻ അവളെ സ്നേഹിക്കുന്ന കാര്യവും ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നീ അവളോട് ചോദിച്ച് മനസ്സിലാക്ക്. സിദ്ധു അതിൽ നിന്നും ഊരാൻ വേണ്ടി ചന്ദ്രികയുടെ പേര് പറഞ്ഞിട്ടാണുള്ളത്. അങ്ങനെയാണ് ഇനി അടുത്ത ഭാഗം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.